തങ്ങൾക്ക് ഒറ്റൊരാഗ്രഹമുള്ളൂ, എന്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം, എന്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം. മഹ്ശറില് എല്ലാ നബിമാർക്കും സിംഹാസനങ്ങൾ വെച്ചു കൊടുത്തു. ഇവിടുന്ന് കഷ്ടപ്പാടിന് സഹിച്ചതിന്റെ ഒരു സന്തോഷം അവിടെ കിട്ടാൻ വേണ്ടിട്ട് എല്ലാ നബിമാരും അവരുടെ സിംഹാസനത്തിൽ ഇരുന്നാലും ബഖീതു മിമ്പരി, എന്റെ മിമ്പർ മാത്രം അവിടെ ബാക്കിയാവും. കാരണം ഞാൻ അവിടെ ഇരുന്നാൽ എന്റെ ഉമ്മത്തിന് ആരാ നോക്കാന്ന് എന്റെ പേടി. അതുകൊണ്ടാ സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് അതേ സിറാത്ത് വാലത്തിലൂടെ തന്നെ തിരിച്ചു വരും അത്ര. എന്തിനാ? സിദ്ദീഖ, നീ അവിടെ നോക്കിയിട്ട് വരുന്നവരൊക്കെ കേട്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഈ കല്യാണ തിരക്കിനിടയിൽ ഒപ്പം നിസ്കരിക്കാൻ പോകുന്നൊരു പോക്കുണ്ട്. മോളെ കല്യാണത്തിന് മൂത്ത മോനെ അവിടെ അസൈൻ ചെയ്തിട്ട് ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ. എന്തിനാ തങ്ങൾ പോണത്? എന്നെ കാണാതെ എങ്ങാനും മലക്കൾ എന്റെ ഉമ്മത്തുനിന്ന് ആരെങ്കിലും പിടിച്ച് നരകത്തിലിട്ടാലോ പ്രതീക്ഷയോടെ അവർ വരുന്നല്ലേ. സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തങ്ങൾ സ്വർഗത്തിലിരിക്കൂലത്ര. തദ്കിറത്തുൽ മുഹിബ്ബീനിൽ കാണാം. ഈ നബിനെ സ്നേഹിക്കാൻ ഇനി വേറെ ആയത്തും ഹദീസൊക്കെ വേണം, ഇനി വേറെ വല്ല തെളിവ് പോകണം. അവിടെ ആലോചിച്ചു, നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമുക്കാണല്ലോ ലോകത്ത് നമ്മുടെ ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. എന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹത്തെക്കാൾ നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നന്നാവണം എന്ന് ഇത്രമേൽ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ തങ്ങൾ സഹിക്കേണ്ടി വന്നു. ഭ്രാന്തെന്നൊക്കെ അല്ലേ ചീത്ത വിളി കിട്ടിയത്. ഒരാളെ കള്ളുകൂടിയൻ വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാല് ഒരു സ്പെസിഫൈ തെറ്റിന്റെ മേലുള്ള ട്രോളാണ്, ആക്ഷേപമാണ്, അല്ലെങ്കിൽ ഒരു റീപ്രൂഫാണ്. ഭ്രാന്തെന്ന് വിളിക്കുന്നതിന്റെ മേലെ ഒരു ചീത്ത ലോകത്തില്ലല്ലോ. കാരണം ഇനി തിരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പിരാന്താന്നല്ല അതിന്റെ അർത്ഥം. അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി കിട്ടുന്ന സമയത്ത്, ഹിദായത്തിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നു. ആര്? അള്ളാഹു 100 പാർട്ടാക്കി ബുദ്ധിയെ, അതിൽ 99 തങ്ങളെ ബ്രെയിനിൽ അള്ളാഹു ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഒന്നാണ് ലോകത്തെ മുഴുവൻ സയന്റിസ്റ്റിനും ആർട്ടിസ്റ്റിനും മനുഷ്യന്മാർക്ക് കൊടുത്തത്. അത് മുഴുവൻ കിട്ടിയ തങ്ങൾ അതും കേൾക്കേണ്ടി വന്നു. സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് ത്വായിഫുകാര് കല്ലെറിഞ്ഞത്. കണ്ടോ നിങ്ങള് എന്തൊക്കെയാണ് വിട്ടത്?